ഹായ് ഫ്രണ്ട്സ്, ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്ത മേക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. ആദ്യം ഒരു പാത്രം എടുത്ത് അതിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് പാസ്തയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നന്നായി വേവിച്ച് നല്ലതുപോലെ എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രം എടുത്ത് ചൂടാൻ വയ്ക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ പാസ്തയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് ചേർത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. നല്ലതുപോലെ ക്യാരറ്റൊക്കെ ഒന്ന് വേകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി അധികം കട്ടയില്ലാത്ത രീതിയിൽ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. അധികം കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാവുന്നതാണ്. ചെറുതായിട്ട് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന പച്ചക്കറി ഇട്ട് കൊടുക്കാം.
സോസ് കട്ടിയാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം പാൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് എടുത്ത് സർവ് ചെയ്യാവുന്നതാണ്.